ടി സിദ്ദിഖ് MLA ഇവിടെയുണ്ട്. MLA, അങ്ങ് ഒരുപാട് വേദനകൾക്കിടയിൽ നിന്നാണ് ഈ ദുരന്തത്തിൻ്റെ പല കാഴ്ചകളിലും സംസാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കൊക്കെ താങ്ങാവുന്നതിലപ്പുറത്തുള്ളൊരു കാഴ്ചകളാണ് കാണുന്നത്. സത്യത്തിൽ ലിയോ ഹോസ്പിറ്റലിൽ ശ്രുതി അവസാനമായി ശ്രുതിയോട് ജെൻസന്റെ മരണം സ്ഥിരീകരിച്ച് പറയാൻ കൗൺസിലേഴ്സിനോ ഡോക്ടേഴ്സിനോ ഞങ്ങൾക്കാർക്കും സാധിച്ചില്ല. ഞാനും അവസാനം കുറേ സമയം സംസാരിച്ചു, പക്ഷേ ഇതങ്ങ് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോഴേ ശ്രുതി പറഞ്ഞത്, എനിക്ക് കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന മിംസ് ആശുപത്രിയിൽ എനിക്ക് പോകണം, എനിക്ക് അവനെയും കൊണ്ടുപോകണം, ലോകത്തെവിടെയാണെങ്കിലും ഞാൻ അവനെ ചികിത്സിച്ച് ഭേദമാകും, അവനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ശ്രുതിയായി വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മെഡിക്കലി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലിൽ വളരെ സീരിയസ് ആയിട്ടുള്ള റോഡും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ബോഡി അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. DMOയെ ഞാൻ വിളിച്ചു. 2 കുടുംബങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ ശ്രുതിയെ താഴെ ICUവിലേക്ക് മാറ്റി അവിടെ വെച്ച് ജെൻസന്റെ മൃതദേഹം, ഭൗതിക ശരീരം അവസാനമായി ശ്രുതിയെ കാണിച്ചു. വികാരപരമായിട്ടുള്ള, എന്താ പറയുക, വല്ലാത്ത നിമിഷങ്ങളാണ്. നമുക്കിതിനെ റിക്കവർ ചെയ്യാൻ എടുത്ത എല്ലാ സ്റ്റെപ്പും നമ്മൾ പുറകോട്ട് പോയി ഈ മരണത്തോടും. ആ കുട്ടി എന്ത് പറഞ്ഞ് ആശ്വസിക്കും എന്നുള്ള അറിയില്ല. ആ കുട്ടിക്ക് സർക്കാർ ജോലിയും സമ്പൂർണ്ണ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിലേക്ക് ഇന്ന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. സാധ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. എന്താ ആവുക എന്നുള്ളത് ദൈവം. ഞങ്ങൾ ദൈനംദിനം അതിനുശേഷം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഇടയ്ക്ക് ബന്ധപ്പെട്ട് ഇന്നലെ മിനിസ്റ്ററുമായിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ജെൻസന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണമെന്നും ജെൻസനെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണോ അതൊക്കെ എവിടെ വെച്ചാണെങ്കിലും കൊടുക്കണമെന്നുള്ളത് അതൊക്കെ സംസാരിച്ചതും അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് മിനിസ്റ്റർ പറഞ്ഞതുമാണ്. പക്ഷേ സമയം നമുക്ക് കിട്ടിയിട്ടില്ല, അനുവദിച്ചില്ല. അവസാനത്തെ ആ ദൃശ്യങ്ങൾ അങ്ങുണ്ട്. അവസാനമായിട്ട് ഞങ്ങള് എന്താ പറയാ, ഇപ്പം അവസാനം ജെൻസന് ശ്രുതി യാത്ര കൊടുക്കുമ്പോൾ ശ്രുതി പറഞ്ഞ അവസാനത്തെ വാക്കുകൾ പറയാൻ വയ്യാത്ത വാക്കുകളാണ്. അവസാനം ഇവരൊരുമിച്ച് കണ്ട് യാത്ര പോകുമ്പോഴും അതിനിടയിൽ അതിനു മുമ്പ് സംസാരിച്ചതും രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോൾ, ക്യാമ്പിൽ കണ്ടപ്പോൾ, പുറത്തു വെച്ച് കണ്ടപ്പോൾ, ചൂരൽമലയിൽ വെച്ച് കണ്ടപ്പോൾ ഒക്കെ ഈ മക്കൾ സംസാരിച്ച കാര്യങ്ങളാണ് ഈ മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പറയും, എങ്ങനെ ആശ്വസിപ്പിക്കും, എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകുലതയുണ്ട്. പക്ഷെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ടാവട്ടെ. നമുക്കധികമൊന്നും അദ്ദേഹത്തോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നത് ഔചിത്യമല്ല. കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്കാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിനപ്പുറം ഇനി നമുക്ക് കൂടുതൽ ആരിൽ നിന്നും പറയാനില്ല. കാരണം അവസാനം ജെൻസന്റെ മൃതദേഹവുമായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കണ്ട കാഴ്ചകളും മറ്റുമാണ് അദ്ദേഹം